നമുക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു. പരസ്പരം സമാധാനത്തോടും ഐക്യത്തോടും കഴിഞ്ഞിരുന്ന ഒരു സമയം. ആ കാലഘട്ടത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയുമൊക്കെ വ്യക്തമായ അറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. മഹത്തായ ഗ്രന്ഥങ്ങളെ മുറുകെ പിടിച്ച് അവയിലേക്ക് അഗാധമായ പഠനം നടത്തിയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. ഗുരുകുല സമ്പ്രദായത്തെ പറ്റി കേട്ടിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. പുരാതന കാലം മുതലേ പഠന വിദ്യാഭ്യാസ മേഖലയിൽ സമ്പന്നമായ ഒരു പാരമ്പര്യം ഇന്ത്യ കാത്തുസൂക്ഷിച്ചിരുന്നു. ആ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഗുരുകുല സമ്പ്രദായം. വിദ്യാർത്ഥികളെ വിവിധ വിഷയങ്ങളും സംസ്കാരവും അച്ചടക്കവുമുള്ള ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും പരസ്പര സാഹോദര്യത്തോടെയും മനുഷ്യത്വത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു. നിർഭാഗ്യവശാൽ ഈ പഠന രീതികളൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇന്നത്തെ സാമൂഹ്യ വർത്തമാന സാഹചര്യത്തിൽ വേദ പഠനത്തിന്റെ അപര്യാപ്തത പല ജീവിത പ്രശ്നങ്ങൾക്ക് വരെ കാരണമായിട്ടുണ്ട്. കുട്ടികൾ വരെ മയക്കുമരുന്നിൽ അടിമകളാകുകയാണ് ഇപ്പോൾ. ചെറിയ പ്രശ്നങ്ങൾക്ക് വളരെയധികം ദേഷ്യപ്പെടുക, വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, ഡിവോഴ്സ്, കൊലപാതകങ്ങൾ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങളാണ് ദിനംപ്രതി കണ്ടുവരുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിത്വ വികസനം ലഭിക്കുന്നില്ല. കുട്ടികളിൽ ഒരു ആത്മീയ ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ്. ലോകം കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ വേദ പഠനത്തിന്റെ ആത്മീയാംശം പകർന്നു നൽകണം. അതിനായി ഹരേ കൃഷ്ണ ഭജൻ സൗജന്യ വേദ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ, വേദമന്ത്രങ്ങൾ, സന്ധ്യനാമം തുടങ്ങി വേദത്തെ അറിയാനും പഠിക്കാനുമുള്ള മഹാഭാഗ്യം ഒരുക്കുകയാണ്. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു. കൂടാതെ കഥകളി, പാവക്കൂത്ത്, ചിത്രരചന തുടങ്ങിയ കലാ, സാഹിത്യ, വൈജ്ഞാനിക ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ക്ലാസുകൾ നൽകുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഓരോ പഠനത്തിനായി വൻ തുക തന്നെ ഫീസായി ഈടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കായി തികച്ചും സൗജന്യമായി ഇത്തരത്തിലുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ ഭജൻസ് ചോറോട്ടൂരിന്റെ നേതൃത്വത്തിൽ നിരവധി മാതൃക പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന, കലകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ. അവർക്കായി അവരുടെ വിദ്യാഭ്യാസ ചിലവുകൾ വഹിച്ച് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തിരുനാരായണപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുറപ്പ് നടത്തി 17 വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. വർഷത്തിലൊരിക്കൽ സൗജന്യമായി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കുന്നു. കൂടാതെ ചരിത്രത്തിൽ ആദ്യമായി 30 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മാസ ദിനാചരണത്തിന് ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു. ക്ഷേത്രങ്ങളുടെ എല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഇങ്ങനെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് മനു ചന്ദ്രൻ. ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനും ക്ഷേത്രത്തിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കൂടാതെ AUP സ്കൂൾ മാനനൂറിന് കിഡ്സ് പാർക്ക് സ്പോൺസർ ചെയ്തു. ഇവയെല്ലാം തന്നെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. ഇത്തരം മഹത് പ്രവൃത്തികൾ ചെയ്യുന്നവരെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടത് ഒരു കടമ തന്നെയാണ്. ഇവരുടെ ഒപ്പം സമൂഹത്തിൽ ജീവകാരുണ്യങ്ങൾ നടത്താൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ഹരേ കൃഷ്ണ ഭജൻസിന്റെ ഈ വേദ പഠന ക്ലാസ്സിലൂടെ ഇനി മാറ്റത്തിന്റെ മികച്ചൊരു സമൂഹം തന്നെ ഉടലെടുക്കട്ടെ. കുട്ടികളിൽ മനുഷ്യത്വവും കലയും ആത്മീയതയും വളരട്ടെ. എല്ലാവരും ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. You are watching India's first NGO television, Malanadu TV India.